രാഹുൽ ഗാന്ധി ഒരു ആർട്ടിക്കിൾ പാർലമെന്റിൽ ഉയർത്തിയപ്പോൾ അത് ഉദ്ധരിക്കാൻ സമ്മതിക്കാതെ ഹോം മിനിസ്റ്ററായ അമിത് ഷായും ഡിഫൻസ് മിനിസ്റ്ററായ രാജ്നാഥ് സിംഗും അടക്കം ഉള്ള മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് പ്രതിരോധിക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ് ആ ആർട്ടിക്കിളിൽ ഉള്ളത്? മുൻ കരസേനാ മേധാവിയായിരുന്ന ജനറൽ മനോജ് മുകുന്ദ് നരവനെ 2023 തന്റെ മെമ്മോയറായ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ബുക്ക് എഴുതിത്തീരുന്നു. ഡിഫൻസ് മിനിസ്ട്രി അപ്രൂവ് കൊടുക്കാത്തതിനെ തുടർന്ന് ഇതുവരെയും ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ ബുക്കിലെ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ ഉദ്ധരിച്ച് കാരവൻ മാഗസിൻ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ ഇങ്ങനെ പറയുന്നു: 2020 ഇന്ത്യ ചൈന ബോർഡറിൽ അക്രമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. കൈലാഷ് സെക്ടറിൽ ഇന്ത്യൻ സൈന്യം അങ്ങോട്ട് കയറി ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ ഓഗസ്റ്റ് 30 രാത്രി 8:15 കരസേനാ മേധാവിയായ നരവനയ്ക്ക് ആ മേഖലയിൽ നിന്നും ഒരു ഫോൺ കോൾ വരികയാണ്. ചൈനീസ് പട്ടാളം ടാങ്കുകളുമായി കയറി വരുന്നു. എന്ത് ചെയ്യണം? തുടർന്ന് ജനറൽ നരവനെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന രാജ്നാഥ് സിംഗിനെയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്ന അജിത് ഡോവലിനെയും ഡിഫൻസ് സ്റ്റാഫിന്റെ ചീഫ് ആയിരുന്ന ജനറൽ ബിപിൻ റാവത്തിനെയും വിദേശകാര്യ മന്ത്രിയായിരുന്ന എസ് ജയശങ്കറിനെ അടക്കം വിളിക്കുന്നു. ഓരോരുത്തരോടും അദ്ദേഹം ചോദിക്കുന്നു, വാട്ട്സ് മൈ ഓർഡേഴ്സ്? എന്നാൽ ഈ പറഞ്ഞ സുപ്പീരിയേഴ്സിന്റെ അടുത്ത് നിന്നൊന്നും ഒരു വ്യക്തമായ നിർദ്ദേശം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. മുകളിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നത് വരെ വെടിയുതിർത്തരുതെന്ന് ക്ലിയർ ഓർഡേഴ്സ് ഉണ്ടായിരുന്ന നരവനയ്ക്ക് ആ നിമിഷം വളരെ നിർണായകമായിരുന്നു. അങ്ങനെ 9:10 ആയപ്പോൾ അതിർത്തിയിൽ നിന്ന് വീണ്ടും ഒരു കോൾ വരുന്നു. ചൈനീസ് ടാങ്കുകൾ വീണ്ടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ 1 കിലോമീറ്റർ അകലെ മാത്രമാണ് ഉള്ളത് എന്നറിയിക്കുന്നു. 9:25 നരവനെ രാജ്നാഥ് സിംഗിനെ ഒന്നുകൂടി വിളിക്കുന്നു. ഉത്തരവുകൾ ലഭിച്ചില്ല. അങ്ങനെ 10:10 അതിർത്തിയിൽ നിന്നും വീണ്ടും ഒരു കോൾ വരികയും ചൈനീസ് ടാങ്കുകൾ 500 മീറ്റർ മാത്രം അകലെയാണുള്ളതെന്നും അവരെ തടയാൻ ഏക വഴി നമ്മുടെ പീരങ്കികൾ ഉപയോഗിക്കുകയാണ് എന്ന് ജനറൽ നരവനെ അറിയിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന് മുകളിൽ നിന്ന് ഒരു ഓർഡേഴ്സും ലഭിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നരവനെ ഒന്നുകൂടി ഡിഫൻസ് മിനിസ്റ്ററിനെ വിളിക്കുകയും 10:30 രാജ്നാഥ് സിംഗ് ഒരു മറുപടി പറയുകയും ചെയ്യുന്നു. ഡിഫൻസ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുമായി സംസാരിച്ചെന്നും ജനറലിന് ഉചിതമായി തോന്നുന്നത് ചെയ്തുകൊള്ളൂ എന്നാണ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞതെന്നും പറഞ്ഞ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ കോൾ കട്ടാക്കുന്നു. ആ നിമിഷം താൻ പകച്ചു നിന്നുപോയി എന്ന് ജനറൽ ഓർക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഗവൺമെന്റ് അസസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും കണക്കാക്കാതെ ഒരു കരസേനാ മേധാവിയുടെ തലയിൽ എല്ലാം വെച്ചിട്ട് ഓടിപ്പോയ ഒരു ഗവൺമെന്റിനെയാണ് അന്ന് അദ്ദേഹം കണ്ടത്. അപ്പോൾ ഒരു 100 ചിന്തകൾ നരവനയുടെ മനസ്സിലൂടെ പോയി. കോവിഡ്-19യുടെ പിടിയിൽ രാജ്യം നട്ടം തിരിയുകയായിരുന്നു. സമ്പദ് വ്യവസ്ഥ തകരുകയായിരുന്നു. ആഗോള വിതരണ ശൃംഖല തകർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ സ്ഥിരമായ ഒരു സ്പെയർ സപ്ലൈ ഉറപ്പാക്കാൻ കഴിയുമോ? യുദ്ധം തുടങ്ങിയാൽ ആരൊക്കെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും? ചൈനയും പാകിസ്ഥാനും ഒരുമിച്ച് ഇന്ത്യക്കെതിരെ തിരിയുമോ? അങ്ങനെ ഒട്ടേറെ. അങ്ങനെ അദ്ദേഹം ഫയർ ചെയ്യണ്ട എന്നും ഇന്ത്യയുടെ ടാങ്കുകളും മുന്നോട്ട് നീങ്ങട്ടെ എന്ന് തീരുമാനിക്കുന്നു. തുടർന്ന് ചൈനയുടെ ടാങ്കുകൾ പിൻവാങ്ങുകയും ആ ഒരു സിറ്റുവേഷൻ സമാധാനപരമായി അവസാനിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഒരു യുദ്ധം ഉണ്ടായിരുന്നാൽ അതിന്റെ ഉത്തരവാദിത്തം തനിക്കാകുമായിരുന്നുവെന്നും അതിൽ നിന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞുമാറി എന്നുമാണ് നരവനെ പറഞ്ഞു വെക്കുന്നത്.